അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഞാൻ പത്മനാഭനാണ്, മഹാവിഷ്ണുവാണ്, ബ്രഹ്മം വിഷ്ണു മഹേശ്വരൻ 3 ശക്തിയും ഞാനാണ്. എങ്ങനെ അളിനത് ഒന്നുകൂടി പറഞ്ഞേ. ഏത്? ഇപ്പൊ പറഞ്ഞില്ലേ? വിഷ്ണു മഹേശ്വരൻ 3 ശക്തിയും ഞാനാണ്. ഹോ, മനോഹരം, ഗംഭീരം. അനന്തേട്ടാ, അളിയന്റെ കയ്യിൽ നിന്ന് ഇതുപോലെ ഒരുപാട് തത്വങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്. അതായത് ഞാൻ മഹാവിഷ്ണുവിനെ കണ്ടിരുന്നു. എന്നെ 2 പ്രാവശ്യം എന്നെ വിളിച്ചിരുന്നു. 2 പ്രാവശ്യം ഞാൻ പോയിരുന്നു. ഫസ്റ്റ് പ്രാവശ്യം പോയത് ബുള്ളറ്റിലും, 2ാമത്തെ പ്രാവശ്യം പോയത് ട്രെയിനിലായിരുന്നു. ഗോവ, ഗോവർണം വഴി മണാലി, ഇതൊക്കെ ലൈഫാണ് ലൈഫ്. അത്രയും കറക്കവും. ഈ 2ാമത്തെ പ്രാവശ്യം പോകുമ്പോൾ ഒരു ഉണ്ണി എന്ന് പറഞ്ഞ ഒരാളുടെ കയ്യിൽ നിന്ന് 5000 രൂപ കടം മേടിച്ചിട്ടാണ് ഞാൻ പോയത്. അതായത് ഈ ഭൂമിയിൽ സകല ആൾക്കാരും ഞാൻ അനലൈസ് ചെയ്ത് നോക്കിയിട്ടും ഈ വേൾഡ് മൊത്തം അരിച്ചു പറക്കിയിട്ട് ഒരാളുടെ കയ്യിലും ഈ ശംഖ്, ചക്രം, താമര, ഗദ, ആമ, ആന അങ്ങനെ ഒന്നും തന്നെ കണ്ടിട്ടില്ല. പക്ഷേ ആ രേഖ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് കാണണോ? കാണാം. ദേ കണ്ടോളൂ, ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. നിങ്ങൾക്ക് ചക്രം കാണുന്നുണ്ടോ? നിങ്ങൾക്ക് കാണുന്ന ആൾക്കാർ പറയും നിങ്ങള് ചക്രം കണ്ടില്ലേ? ഇത് മീൻ, ഫിഷ് എന്നൊക്കെ പറയും. മീൻ ബെസ്റ്റ്. ഒരാളുടെ കയ്യിലും ഇന്നെന്തിനാ മാതാമൃതമായരെ പോലും കൈ ഞാൻ ടെസ്റ്റ് അടിച്ചതാ, അതിൽ പോലും ഇല്ല. മനുഷ്യരുടെ ജാതകമല്ലേ, മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ സമയം നന്നായിരുന്നു, ഇപ്പൊ മോശ. ഇനി നന്നായാല എനിക്ക് തോന്നണില്ല. എന്റെ കാര്യം പറഞ്ഞ നിങ്ങൾക്ക് നന്നാവാം. സത്യസായിബാനെ ഞാൻ കണ്ടിട്ടുണ്ട്, ആളുടെ കയ്യിൽ പോലും ഇതില്ല. ഭയങ്കരം തന്നെ. അപ്പൊ ഇപ്പം പത്മനാഭനാന്ന് പറയുന്നു. അപ്പൊ ഒരു ഇതിനിടയിൽ ശ്രീകൃഷ്ണനാണെന്നും സ്വാമി പറഞ്ഞിരുന്നില്ലേ? രണ്ടൊന്നും തന്നെയാണ്. പത്മനാഭനും മഹാവിഷ്ണു ശ്രീകൃഷ്ണൻ ഒരാൾ തന്നെയാണ്. ദാമോദർജി എന്ന് കേട്ട ഞെട്ടി വിറയ്ക്കും. ആരാണയാൾ? ഞാനാണ് അയാൾ. മനുഷ്യനല്ല, മനുഷ്യ രൂപത്തിൽ വന്നവനാണ്. ഈ രൂപത്തിൽ വന്ന കാരണം നിങ്ങൾ ചെയ്ത എല്ലാ തെണ്ടിത്തരങ്ങളും എനിക്ക് മനസ്സിലായി. എടാ കുട്ട, ഞാൻ കുടി നിർത്തി. അതോടെ എന്റെ വൃത്തികെട്ട സംസാരം ഈ നാക്കിന്ന് പോയി. ഇനി ഏത് പരമ നാറിയുടെ വീട്ടിൽ വേണോ എന്നെ ധൈര്യമായിട്ട് കൊണ്ടുപോവാ? ഒരു തെണ്ടി ഞാൻ ഡീസന്റ് അല്ല എന്ന് പറയില്ല. സത്യം 99% ഫ്രോഡുകളായ കാരണം ഒറിജിനൽ ആളെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയാത്ത അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. നീ ഇതാണ് ഒറിജിനൽ ശംഖ്. ഇപ്പുറത്ത് ഗദ, അതിന്റെ ഇപ്പുറത്ത് മീന്, ആമ, ആന. ഭയങ്കരമായ ആള്. അതായത് ഇപ്പോൾ സ്വാമിൻ്റെ വീഡിയോസൊക്കെ പുറത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന ഏറ്റവും വലിയൊരു കമൻ്റാണ്, കഞ്ചാവ് കൂട്ടിയിട്ട് കത്തിച്ച് ആവി പിടിച്ചുകൊണ്ടാണ് സ്വാമി ഇങ്ങനെ പറയുന്നതെന്ന്. അതായത് നിങ്ങളുടെ കയ്യിലൊരു സമ്മാനമുണ്ട്. എന്നിട്ട് ആ സമ്മാനം ഞാൻ മേടിച്ചാലേ എൻ്റെ കൈവശം വരുള്ളൂ. അത് ഞാൻ മേടിക്കില്ല, അത് നിങ്ങൾ തന്നെ വെച്ചാൽ മതി. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. അതായത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഇരുന്ന് ഒറിജിനൽ ദൈവത്തിൻ്റെ ചൈതന്യം മനസ്സിൽ ഏന്തി അങ്ങനെ നടക്കുന്നൊരു വ്യക്തിയാണ്. ഒന്ന് ഓദിക്കേ. എങ്ങോട്ട്? ഇങ്ങോട്ട്. ഉഫു, വെള്ളമല്ല സാറേ കാണിച്ചേ. ഇനി വല്ല സിറിഞ്ചോ പോകുക. ഇത് സാമ്യല്ല, ഭഗവാനാണ്. സാമ്യ നിങ്ങളാണ്, ഞാൻ സാമ്യല്ല, ഭഗവാനാണ്. ഇനി എന്നെ അടിച്ചാൽ എന്റെ അനുവാദമില്ലാതെ നിങ്ങൾക്ക് ആർക്കും ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റില്ല. ഓക്കെ, ഞാൻ അനുവാദം തന്നിരിക്കുന്നു. എല്ലാരും പൊക്കോളൂ, പെട്ടെന്നാട്ടെ. ശ്രീകൃഷ്ണനും ഗുരുവായൂരിലില്ല, പത്മനാഭനും തിരുവനന്തപുരത്തില്ല, അന്തിക്കാട് ഈ ഷെഡിലാണെന്ന് പറയുന്നത് അതാണ് സത്യം. അതാണ് സത്യം. യാഥാർത്ഥ്യമാണ്. കാരണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എൻ്റെ ഈ പ്രവചനം കഴിഞ്ഞതിന് ശേഷം, ഈ കാര്യങ്ങൾക്ക് പോയി സംസാരിച്ചതിന് ശേഷം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എന്താ സംഭവിച്ചേ? ബിരിയാണി, കോഴി ബിരിയാണിയാണ് കൊടുത്തേ. എവിടെ? ഓഫീസിൽ. എന്നോട് ക്ഷമിക്കണം, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ നല്ല ചുട്ട അടി കിട്ടും പറഞ്ഞു. അയ്യോ വേണ്ട, ഇപ്പൊ പോയേക്കാം. അതെന്താ സംഭവം? ഇത്ര വർഷം ഇല്ലാത്ത കോഴി ബിരിയാണി ഇപ്പൊ എങ്ങനെ വിളമ്പിയേ? അതെപ്പോഴാണ്? അങ്ങനത്തെ ഒരു വർത്താനോ? എനിക്കറിയില്ല ആ സംഭവത്തെ പറ്റി. എനിക്കറിയാലോ, എത്രയോ ട്രോള് വന്നിരിക്കുന്നു. സമാധാനം, സന്തോഷമൊക്കെ പാട്. നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ്? ഭയങ്കര വീട്ടിലാണല്ലോ നിങ്ങള്. ഞാൻ അവരെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു.
ഓക്കെ. അവർ യാഥാർത്ഥ്യം പറയും ചെയ്തു. അപ്പൊ ഞാൻ സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. എനിക്ക് വേണ്ടി എന്തെങ്കിലും ശക്തിപരമോ എന്തെങ്കിലും ഇവിടുന്ന് ഇപ്പൊ കാണിച്ചു തരാം. എന്താ കാണി നിങ്ങൾ എന്നെ മോശപ്പെട്ട രീതിയിൽ ഒരു അരമണിക്കൂർ തെറിയ വിളിച്ചാ പറയും. ഈ കൺമുമ്പിൽ തെറിയ വിളിച്ച് പറയും. നിങ്ങൾ വീട്ടിലെത്തില്ല ഞാൻ പറയുന്നു. നിങ്ങൾ എന്നെ മോശപ്പെട്ട രീതിയിൽ ഒരു അരമണിക്കൂർ തെറിയ വിളിച്ചാ പറയും. നിങ്ങൾക്ക് നാണല്ലേ മനുഷ്യ ഇങ്ങനെ നാറിയ പരിപാടി ഇങ്ങനെ ജീവിക്കാൻ? എന്താ പറഞ്ഞു കഴിഞ്ഞാല് കിട്ടിയാ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പോവാ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വണ്ടർഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ടപ്പ് എന്ന് പറഞ്ഞ് ഇടിച്ചു പൊടിക്കുക.